പശ്ചിമബംഗാളിന് പുറമെ പഞ്ചാബിലും ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉറച്ച് ആം ആദ്മി പാർട്ടി 13 സീറ്റുകളിൽ സർവേ നടത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു വരുന്നതായി മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പറയുന്നു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, അങ്ങനെ ഇന്ത്യ സഖ്യം അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ആടി ഉലഞ്ഞ് ഈ സഖ്യം പാളുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ പോവുകയാണോ? സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണോ ഈ മറനീക്കി പുറത്തേക്ക് വരുന്നത്? ഇപ്പോൾ പഞ്ചാബിൽ അറിയാമല്ലോ, അവിടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റും AAP എടുക്കുന്ന നിലപാടുമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുതുതായി വരുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷ, സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ വെസ്റ്റ് ബംഗാളിന് പുറമെ ഇപ്പോൾ പഞ്ചാബിലും ഈ സീറ്റ് വിഭജന ചർച്ച പഞ്ചാബിലും ഈ സീറ്റ് വിഭജന ചർച്ച ബുദ്ധിമുട്ടാകുന്നു. പിന്നാലെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും തീരുമാനമെടുത്തിരിക്കുന്നത്. 13 മണ്ഡലങ്ങളിലും സർവേ നടക്കുകയാണ്. 40 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിൽ തിരഞ്ഞെടുത്ത് കൃത്യമായി ഫൈനലൈസ് ചെയ്ത് 13 മണ്ഡലങ്ങളിലേക്കും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം അല്പം മുൻപാണ് ഭഗവന്ത് സിംഗ് മാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സീറ്റ് ചർച്ചകളിലടക്കം കോൺഗ്രസിൻ്റെ ഘടകം, പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് ഉൾപ്പെടെ സംസ്ഥാന ഘടകങ്ങളും എടുക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ സർക്കാരിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അല്പം മുൻപ് ഇതിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാൽ അല്പം മുൻപാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഒരു അവസാന ഘട്ട ഒരു പ്രഖ്യാപനമല്ല ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ആം ആദ്മി പാർട്ടിയും പശ്ചിമ ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം തന്നെയാണ്. അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും ഈ നോമിനേഷൻ ഫയൽ ചെയ്യാൻ അടക്കം ഇനി ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സഖ്യ രൂപീകരണത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത തന്നെ കോൺഗ്രസ് കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ ആണെങ്കിലും പഞ്ചാബിലെ ആണെങ്കിലും സംസ്ഥാന ഘടകങ്ങൾ ഈ സഖ്യത്തോട് അത്രത്തോളം ഒരു ചേർച്ച ഇതുവരെ ഇല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളിലാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ അധിർ രഞ്ജൻ ചൗധരി മമതാ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പഞ്ചാബിലാണെങ്കിൽ കോൺഗ്രസ് ഘടകം ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയും ഭഗവന്ത് സിംഗ് മാനിനെതിരെയും വിമർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കെജ്രിവാളിൻ്റെ കൂടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ, കോൺഗ്രസിൻ്റെ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഭഗവന്ത് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 സംസ്ഥാനങ്ങളിലും ഇനി തിരഞ്ഞെടുപ്പിന് മുന്നേ സഖ്യം ഉണ്ടാക്കുക, മുന്നണി രൂപീകരിക്കുക, സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി ഒരുമിച്ച് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരല്പം കഠിനമായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.